നാടിനെ നടുക്കിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലയിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. 15 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ വിധി. എല്ലാ കേസുകളിലുമായി 26 വർഷമാണ് ആകെ തടവ്. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ശിക്ഷാവിധി ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാര്യം ഞാൻ 302 4 കൗണ്ടിൽ ലൈഫ് ഇംപ്രസ്മെന്റ് കണ്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിലും 3 ലക്ഷം ഓരോ കേസിലും. അത് കൺകറന്റ്ലിയാണ് പോകണം, ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 436 വീട് തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംപ്രസ്മെന്റിന് റെമിഷൻ, അതായത് 14 വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, 8 വർഷം മുൻപ് നാട് നടുങ്ങിയ ഒരു കൂട്ടക്കൊലപാതകം, അതിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരെന്ന് കണ്ടെത്തി അതേ കോടതി തന്നെ പറയുന്നു അതിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് പ്രതി എന്ന് പറയുന്നു. ഒപ്പം തന്നെ വിവിധ വകുപ്പുകളിൽ വിവിധ കാലയളവിലുള്ള ശിക്ഷാവിധിയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. വിധിയിൽ തൃപ്തി എന്ന് പ്രോസിക്യൂഷൻ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഷഫീദ്? പ്രജിൻ, കൊടും ക്രൂര കൊലപാതകങ്ങൾ നടത്തിയ, അതായത് സ്വന്തം അമ്മ, അച്ഛൻ, സഹോദരി, അതേപോലെ തന്നെ ആശ്രിതയായ, അന്ധയായ, വയോധികയായ ബന്ധുസ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിയെ പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പുനരധിവസിപ്പിച്ചാൽ കാര്യമുള്ള ആളല്ല എന്നുള്ളതായിരുന്നു ശിക്ഷാവിധിയിലെയും പ്രോസിക്യൂഷന്റെ വാദം. അതടക്കം കോടതി ഗൗരവമായി പരിഗണിച്ചാണ് ജീവപര്യന്തം തടവ് എന്നുള്ള ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആ ജീവപര്യന്തം തടവിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. അതായത് 2 പ്രധാനപ്പെട്ട കുറ്റങ്ങൾ. അതിലൊന്ന്, വീട് കത്തിച്ചതിന് 8 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷവും കേഡൽ ജിൻസൺ രാജ ആദ്യം തടവ് ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷം മാത്രമാണ് ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 18 വർഷം ഏതെങ്കിലും തരത്തിൽ കേഡൽ ജിൻസൺ രാജയ്ക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഡെത്ത് പെനാൽറ്റി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയം മുമ്പ് സംസാരിച്ച പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ തന്നെ പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ തന്നെ പലതരത്തിലുള്ള ചില ചൂണ്ടിക്കാട്ടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ കോടതി പരിഗണിച്ചിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി പ്രതി സമൂഹത്തിലേക്ക്, അതായത് കൊടും ക്രൂര കുറ്റകൃത്യം ചെയ്ത പ്രതി സമൂഹത്തിലേക്ക് തിരികെ എത്തില്ല എന്നുള്ളൊരു ഉറപ്പ് അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം 18 വർഷത്തിന് ശേഷം സർക്കാരാണ് ആ വിഷയത്തിൽ പ്രതി സമൂഹത്തിലേക്ക് തിരികെ എത്തേണ്ടതുണ്ടോ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നതെന്നും പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ അല്പസമയം മുൻപ് പ്രതികരിച്ചു. സ്വാഭാവികമായും അത് മാതൃകാപരമായിട്ടുള്ള വിധിയാണ്. ശിക്ഷാവിധിന്മേൽ ഉള്ള വാദത്തിൽ പ്രോസിക്യൂഷൻ നിരത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് കോടതി പരിഗണിച്ചു എന്ന് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിട്ടും സമാനമാണ് അവരുടെ നിലപാടും. അവർ പറഞ്ഞത് പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അതിൻ്റെ ശാസ്ത്രീയ തെളിവ് ശേഖരണം, ഫോറൻസിക് തെളിവ് ശേഖരണം, അതിനോടൊപ്പം തന്നെ കൃത്യമായ സാക്ഷിമൊഴികളടക്കം കോർത്തെടുക്കാൻ, അതല്ലെങ്കിൽ അതടക്കം കളക്ട് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷേ എങ്കിൽ കൂടി പ്രതി തിരികെ സമൂഹത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മാതൃകാപരമായ കാര്യമാണ് എന്ന് പോലീസും പറയുന്നുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള JK ഡിനിലാണ് നമ്മളോട് സംസാരിച്ചത്. KE ബൈജു അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കേസിൻ്റെ ഭാഗമായി കേസിൻ്റെ ആദ്യഘട്ട മോണിറ്ററിംഗ് മുതൽ ഉണ്ടായിരുന്നു. ഏതായാലും 2017 ഏപ്രിൽ 5-നായിരുന്നു ആദ്യ 3 കൊലപാതകങ്ങൾ നടന്നത്. ഈ ക്ലിഫ് ഹൗസിലെ, അതായത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും സ്പെഷ്യൽ സെക്യൂരിറ്റി ഏരിയ ആയിട്ടുള്ള ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിലായിരുന്നു കേഡൽ ജിൻസൺ രാജ, സ്വന്തം അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, അതേപോലെ തന്നെ സഹോദരി കരോളിന, അവരുടെ ബന്ധുവും ആശ്രിതയായി താമസിച്ചിരുന്ന ലളിത എന്ന യുവതിയെയും സ്ത്രീയെയും എന്ന വയോധികയും കൊലപ്പെടുത്തിയത്. ശേഷം 10-ാം തീയതി ഇയാളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടുന്നു. ഇയാൾ കേരളത്തെ ഞെട്ടിച്ച, കേരളം അതുവരെ കേട്ടിട്ടില്ലാത്തൊരു വലിയ ഒരു കഥ, ഒരു നുണക്കഥ, ഒരു ദുർമന്ത്രവാദത്തിൻ്റെ കഥ പറയുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ, സ്വർഗപ്രവേശന, ആഭിചാര വിദ്യ എന്നുള്ള കഥ പറയുന്നു. പക്ഷേ മാനസികാരോഗ്യ പരിശോധനയിൽ, ശാസ്ത്രീയ മാനസികാരോഗ്യ പരിശോധനയിൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആസ്ട്രൽ പ്രൊജക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ
കേസ് വഴിതിരിച്ചുവിടാനുള്ള പ്രതിയുടെ ശ്രമമാണെന്നും പോലീസ് കണ്ടെത്തുന്നു. അതിനുശേഷം നടത്തിയ തെളിവ് ശേഖരണത്തിലാണ് പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച സ്റ്റാൻലീസ് കാർപ്പൻ്റർ സാക്സ് എന്ന് പറയപ്പെടുന്ന മഴു അത് ഇയാൾ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി കേതൽ വാങ്ങിയതാണെന്ന് പോലീസിന് തെളിവടക്കം കിട്ടുന്നു. അതിനുശേഷം ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് ശേഖരിച്ച സുംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന മഴു കൊണ്ട് മനുഷ്യന്റെ പിന്നിൽ വെട്ടി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അത് കിട്ടുന്നത്. അതിനുശേഷം ഈ കേതലിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കൊല്ലപ്പെട്ടവരുടെ രക്തത്തുള്ളികൾ. രണ്ട് പ്രധാനപ്പെട്ട സാക്ഷിമൊഴികൾ. ഒന്ന്, ഈ കൊലപാതകം നടന്ന 2017 ഏപ്രിൽ 5, 6 അതേപോലെ തന്നെ ഈ കൊലപാതകം ഒളിപ്പിക്കാനും മൃതദേഹങ്ങൾ നശിപ്പിക്കാനും കേതൽ ശ്രമിച്ച 7-8 ദിവസങ്ങളിൽ കേതൽ ജിൻസൺ രാജ നന്ദൻകോട്ടെ ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, ഈ കൊല്ലപ്പെട്ട ബന്ധുക്കൾ അവർ തമിഴ്നാട്ടിലേക്ക് തീർത്ഥാടന യാത്ര പോയി എന്ന് കേതൽ രണ്ടുപേരോട് പറഞ്ഞു. ആ സാക്ഷിമൊഴികളും ഈ കേസിൽ വൈറ്റലായി. ആദ്യം മുതൽ വിചാരണഘട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പ്രതിഭാഗം ഉയർത്തിയത് കേതലിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പ്രോസിക്യൂഷനാകട്ടെ ആ വാദത്തെ ശക്തമായി തന്നെ എതിർത്തു. കേതൽ നടത്തിയ ആസൂത്രണം, കാരണം ഈ കൊലപാതകം നടന്ന ഏപ്രിൽ 5 തലേ ദിവസമായ 4-ാം തീയതി തന്നെ ഈ മൃതദേഹം നശിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ എന്തെങ്കിലും പറ്റിയാൽ അത് തുടയ്ക്കാനൊക്കെയുള്ള മോപ്പടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഷഫീദ്, അവിടെയാണ് ഈ എന്താണ് ഇങ്ങനെ ഒരു കൂട്ടക്കൊലയ്ക്ക് ഈ കേരളത്തിനെ പ്രേരിപ്പിച്ചത്, അതിന്റെ മോട്ടീവ് എന്താണ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായി ആ സമയത്ത് പറയാൻ കാണിച്ച ഒരു മനസ്ഥിതി, ഒരു മനോഭാവം, അതൊക്കെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഈ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മതി എന്നൊക്കെ കേരൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇതിന് കാരണമായി പിന്നീട് കണ്ടെത്തിയത് ഈ കോഴ്സിന് ഉദ്ദേശിച്ച കോഴ്സിന്, ഇഷ്ടപ്പെട്ട കോഴ്സിന് വിട്ടില്ല എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്? അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തായിരുന്നു? ഈ പ്രജിൻ മാസങ്ങൾ നീണ്ടിട്ടുള്ള ആസൂത്രണത്തിലൂടെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ വിചാരണഘട്ടത്തിൽ തന്നെ ഉറപ്പുവരുത്തിയ തെളിയിച്ചൊരു കാര്യമാണ്. അതിൻ്റെ മോട്ടീവ്, അതായത് ഈ 4 കൊലപാതകങ്ങളുടെ മോട്ടീവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തുകയും പ്രതി കുറ്റക്കാരനാണെന്ന് സ്വാഭാവികമായും കോടതി കണ്ടെത്തുമ്പോൾ ആ മോട്ടീവും കോടതി അംഗീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ മോട്ടീവ്, അതായത് കേതൽ ജിൻസൺ രാജയ്ക്ക് സ്വന്തം പിതാവിനോട് വലിയ തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം താൻ വിദേശത്തേക്കടക്കം തന്നെ മറ്റൊരു കോഴ്സിന് പഠിക്കാൻ വിട്ടു, പക്ഷേ തനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. തിരികെ എത്തിയ തന്നെ ഈ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുടുംബത്തിലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചടക്കം പിതാവ് കളിയാക്കിയിരുന്നു, കുത്തിപ്പറഞ്ഞിരുന്നു. ഇതിലടക്കം കേതലിന് വലിയ വിഷമം ഉണ്ടായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ച അമ്മ, സഹോദരി എന്നിവരോടും കേടലിന് വൈരാഗ്യം തോന്നി. ഈ വയോധികയെ കൊലപ്പെടുത്തുന്നത് അത് ഇവരെല്ലാം കൊല്ലപ്പെട്ട് താൻ ജയിലിലായി കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും കൊലപ്പെടുത്തി. അങ്ങനെ നടത്തിയ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിലെ പ്രോസിക്യൂഷൻ വാദം. പ്രോസിക്യൂഷൻ മോട്ടീവായി കോടതിയിൽ വിചാരണഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി പ്രജിൻ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ പ്രതി നടത്തിയിട്ടുള്ള ആസൂത്രണം, അതിൻ്റെ പങ്ക് നേരത്തെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചതാണ്. പ്രത്യേകിച്ച് ഇയാൾ വാങ്ങി വെച്ചിരുന്ന ഉപകരണങ്ങൾ, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച മഴുവടക്കം ഇയാൾ മുൻകൂട്ടി വാങ്ങി. അതിനുശേഷം ഈ കൊലപാതകം നടന്ന് ഇത് പുറത്തേക്ക് ഇയാൾ ഒരിക്കലും കരുതാത്ത രീതിയിൽ പുറത്തേക്ക് അറിഞ്ഞപ്പോൾ അതിൽ ഇയാൾ രക്ഷപ്പെടാൻ നേരം, തമിഴ്നാട്ടിലേക്ക് കടക്കാൻ നേരം ഇയാൾ കയ്യിൽ കരുതിയിരുന്ന വീട്ടിലുണ്ടായിരുന്ന 60,000 രൂപയും അതേപോലെ ഇയാൾ ID കാർഡുകളും, അതിനുശേഷം ചെന്നൈയിലടക്കം ഇയാൾ പോയി താമസിച്ചു. പിന്നീട് ഇയാൾ തിരികെ എത്തി നുണക്കഥകൾ പലത് പറഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അതടക്കമുള്ള ആസൂത്രണത്തിൻ്റെ മുഴുവൻ സ്വഭാവവും മുഴുവൻ കാര്യങ്ങളും അത് കോടതി അംഗീകരിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ പ്രതിക്ക് ഇപ്പോൾ ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ പ്രതിക്ക് കോടതി വിധിച്ചിരിക്കുന്ന 12 ലക്ഷം രൂപ ഫൈൻ. ആ ഫൈൻ എന്ന് പറയുന്നത് ഈ പ്രതിയുടെ വീടിന് തൊട്ടടുത്ത്, 117 പ്രതിയുടെ വീടെങ്കിൽ കേതലിൻ്റെ വീടിനടുത്ത് തൊട്ടടുത്ത് താമസിച്ചിരുന്ന അയാളുടെ അങ്കിളായിട്ടുള്ള ജോസ് എന്നയാൾ ഈ ജോസിൻ്റെ വസ്തു കേതലിൻ്റെ കുടുംബത്തിന് നൽകി ജോസിനെ ശിഷ്ടകാലം നോക്കിക്കൊള്ളാമെന്ന് ഇവർ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അതിനുശേഷം പാർക്കിൻസൺ രോഗബാധിയായ ജോസ് ജീവിതം കൂടുതൽ മോശം സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ടാണ് 12 ലക്ഷം രൂപ ഈ ജോസിന് നൽകണം എന്നുള്ള തീരുമാനത്തിലേക്കും കോടതി എത്തിയത്. ഷഫീദ്, ഇപ്പോൾ ആകെയുള്ള പിഴത്തുക അത് 15 ലക്ഷമാണ്. ഈ 12 അമ്മാവന് നൽകണം. ബാക്കിയുള്ള തുക എങ്ങനെയാണ്? അത് എന്താണ്? ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ്? അതോടൊപ്പം തന്നെ ഈ വിചാരണ ഘട്ടത്തിലോ ഈ വാദങ്ങൾ നടക്കുന്ന സമയത്തോ ഈ പ്രതിക്ക് യാതൊരുവിധ മാനസാന്തരവുമില്ല ഈ കൃത്യത്തിൽ എന്നൊക്കെ കോടതി നിരീക്ഷിച്ചിരുന്നു. ആ കാര്യം പ്രോസിക്യൂഷൻ നേരത്തെ എടുത്തു പറഞ്ഞല്ലോ. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നന്ദൻകോട് കൂട്ടക്കൊലയിലാണ് പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ഇപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്.